السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലും ഈമാനിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജീവിതം നന്നാവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അത് മതത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഇസ്ലാം ശരീഅത്തിൻ്റെ ഭാഗമാക്കിയ ധാരാളം മതനിയമങ്ങളെക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് വിവാഹം, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിവാഹത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. എന്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടത്? അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആയത്തിൽ തന്നെ വൈവാഹിക ജീവിതത്തിന് ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒമിൻ ആയാത്തിഹി എന്ന പ്രയോഗം അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിപ്പുകളെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആയാത്ത് എന്ന വാക്ക്, വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു ഉപയോഗിച്ചു എന്നുള്ളത് തന്നെ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, എന്തിനാണ് നിങ്ങൾക്ക് വിവാഹ ജീവിതം അള്ളാഹു ശറഅാക്കിയത് അല്ലെങ്കിൽ അത് മതത്തിൻ്റെ ഭാഗമാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ പരസ്പരം സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹുവാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടവും കാരുണ്യവും ഇട്ടു തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരായത്ത് നമ്മൾ നിരന്തരം കേൾക്കുന്നൊരായത്താണ്. വിവാഹ ബന്ധത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് മീസാഖൻ ഗലീദ എന്നാണ്. നല്ല സ്ട്രോങ് ആയ, നല്ല ഉറപ്പുള്ള ഒരു കരാർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാം വിവാഹ ജീവിതവും വൈവാഹിക ജീവിതത്തെയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ പല രൂപത്തിലാണ് വിവാഹ ജീവിതത്തെ ആളുകൾ കാണുന്നത്. ചില ആളുകൾ വിവാഹത്തെ കാരണങ്ങളില്ലാതെ വൈകിപ്പിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തവരും, അങ്ങനെ പല രൂപത്തിൽ ആളുകളുണ്ടെങ്കിലും എന്നാൽ വൈവാഹിക ജീവിതത്തെ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകൾ തന്നെ അതിനെ പല കാരണങ്ങൾ കൊണ്ടും അതിനെ മോശമാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം നിർമ്മിച്ച അല്ലെങ്കിൽ ഇസ്ലാം നിശ്ചയിച്ച ചട്ടക്കൂടിന് പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ചില ആളുകൾ ഇസ്ലാമിലെ വൈവാഹിക ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത ചില ആളുകൾ, അവർ വൈവാഹിക ജീവിതത്തെ ചില കാര്യങ്ങൾ കൊണ്ട് കളിതമാശയായി കാണുന്ന ആളുകളുണ്ട് എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ത്വലാഖ് ഇസ്ലാം
ഷറഇൻ്റെ ഭാഗമാക്കിയ ചില കാരണങ്ങൾക്ക് വേണ്ടി, ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി, ചില നന്മകൾ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാം ഷറഇൻ്റെ ഭാഗമാക്കിയ ഒന്നാണ് ത്വലാഖ്. എന്നാൽ ആ ത്വലാഖിനെ ഒരു കളിതമാശയായി കാണുന്ന, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ത്വലാഖിനെ ഉപയോഗിക്കുന്ന ആളുകളെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും എന്ന് ഖത്തീബ് പ്രത്യേകം ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് ത്വലാഖ് വളരെയധികം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾക്ക് കേട്ടാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വരെ നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ ത്വലാഖുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ത്വലാഖ്, പിന്നെ ഡിവോഴ്സ്, അത് പല രൂപത്തിലുമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മതത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വിവാഹം കഴിപ്പിക്കുമ്പോൾ ഒരു മകൾ അല്ലെങ്കിൽ മകൻ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് മതത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബ. ഹദീസുകൾ പ്രസിദ്ധമാണ്, നമ്മൾ കേട്ടതാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് 4 കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. ഒന്നാമത്തേത് ലി മാലിഹ വലി ഹസബിഹ, ഒന്നെങ്കിൽ അവളുടെ സമ്പത്ത്, അല്ലെങ്കിൽ അവളുടെ കുടുംബ പാരമ്പര്യം, അല്ലെങ്കിൽ വലി ജമാലിഹ വലി ദീനിഹ, അല്ലെങ്കിൽ അവളുടെ ഭംഗി, അല്ലെങ്കിൽ മതം. ഈ 4 കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഒരു കല്യാണം നടക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ഒരാൾക്ക് നീ പ്രാധാന്യം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മറ്റുള്ളതിന് പരിഗണിക്കണ്ട എന്നല്ല, ഭംഗിയും സമ്പത്തും കുടുംബ പാരമ്പര്യമൊന്നും പരിഗണിക്കണ്ട എന്നല്ല, നീ പ്രാധാന്യം നൽകേണ്ടത് മതത്തിനാണ് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ 3 കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്, മതത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മതത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർ മതമൊക്കെ നോക്കും, ദീനൊക്കെ ക്ലിയറാണ്, എന്നാൽ അതിന് ശേഷം അവരുടെ ഭംഗിയോ, അല്ലെങ്കിൽ അവരുടെ കുടുംബ പരമ്പരയോ, അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അത് വേണ്ട, അത് ഒഴിവാക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പം മതത്തിന് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് സ്വാഭാവികമായും ഒന്നെങ്കിൽ കല്യാണം കഴിക്കുന്ന പിന്നെ മകനോ അല്ലെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ മകനോ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് മതത്തിനല്ല നമ്മൾ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ, മതം നോക്കിയല്ല നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അനന്തരഫലം പിന്നീട് നാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം മതം അനുസരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമാധാനപരമായ ലിതസ്കുനു ഇലൈഹ, പരസ്പരം സമാധാനം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ പരസ്പരം പിന്നെ ഇഷ്ടവും അതേപോലെ പരസ്പരം കാരുണ്യവുമുള്ള ഒരു വിവാഹ ജീവിതം കൊണ്ടു നടക്കാൻ ആർക്കാണ്? ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു, പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു, നിങ്ങളിലേക്ക് ഒരാൾ കല്യാണ ആലോചനയുമായി വരികയാണ്, ആ വ്യക്തിയുടെ സ്വഭാവവും ദീനും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു, നല്ല സ്വഭാവമുള്ള ആളാണ്, മതപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്ന, കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്, ഫസവ്വിജൂഹു, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് പലപ്പോഴും മകൾക്കൊരു നല്ല കല്യാണ ആലോചന വന്നാൽ മതത്തെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, ആ ചെക്കൻ്റെ ജോലി എന്താണ്, ഉപ്പയുടെ ജോലി എന്താണ്, ഉമ്മയുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ വീട്ടുകാരെങ്ങനെയാണ്, ചെക്കനെക്കുറിച്ച് മാത്രമല്ല അന്വേഷിക്കുക, കുടുംബക്കാരെ കുറിച്ച് മുഴുവനും അന്വേഷിച്ച് കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ന്യൂനതകളുണ്ടെങ്കിൽ ആ ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് മതവും ദീനും മൻഹജും അഖീദയും ഒക്കെ ക്ലിയർ ആണെങ്കിൽ പോലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് ചുറ്റും എല്ലാ ദിവസവും അല്ലെങ്കിൽ നിരന്തരമായി നമ്മൾ കേൾക്കുന്ന, നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ത്വലാഖിനെക്കുറിച്ച് ഒരു ഗൗരവമില്ലാതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈവാഹിക ജീവിതങ്ങൾ നശിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സഹോദരന്മാരെ, മതത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഖത്തീബ് ഖുതുബയിൽ സൂചിപ്പിച്ചത്, പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം കൈമാറേണ്ട ബാധ്യതകളെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഭാര്യയോട് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയോടും ചില ബാധ്യതകൾ പരസ്പരം കൈമാറേണ്ടതുണ്ട്. അവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ചില അദബുകളുണ്ട്. ഭാര്യ മാത്രമല്ല ഭർത്താവിനോട് അദബുകൾ പാലിച്ചുകൊണ്ട് മര്യാദ പാലിച്ച് ജീവിക്കേണ്ടത്, ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്.
അതൊക്കെ അറിയാത്തതുകൊണ്ടും അത് പാലിക്കാത്തതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ത്വലാഖുകൾ ധാരാളമായി സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് കേൾക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നലക്കും അലാ നിസാഇക്കും ഹഖ്ഖ വലി നിസാഇക്കും അലൈക്കും ഹഖ്ഖ. ഞാൻ ഈ പറഞ്ഞ മലയാളത്തിൻ്റെ അറബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾക്ക് പരസ്പരമുണ്ട് എന്നാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും പരസ്പരം ബാധ്യതകളുണ്ട്. ഫഅമ്മാ ഹഖ്ഖുക്കും അലാ നിസാഇക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യ പാലിക്കേണ്ട ഹക്കുകളെ കുറിച്ച് പറഞ്ഞു. അല്ലാ യതഇന ഫുറൂഷക്കും മൻ തക്റഹൂൻ വലാ യഅ്ദന്ന ഫീ ബുയൂതിക്കും ലിമൻ തക്റഹൂൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദമില്ലാത്ത, നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായി വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വെറുക്കുന്ന ആളുകൾ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഭാര്യ സമ്മതിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിലേക്ക് ഒരാൾ വരുന്നതിനെ ഭാര്യ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഈ ഹദീസിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്ന ഹഖ്ഖുഹുന്ന അലൈക്കും, നിങ്ങൾ ഭാര്യയ്ക്ക് നൽകേണ്ട ഹക്കുകൾ എന്താണ്? അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിന്ന, അവരുടെ ഭക്ഷണം, അവർ ധരിക്കുന്ന വസ്ത്രം, ആ കാര്യത്തിൽ നല്ല രൂപത്തിൽ അവരോട് അതൊക്കെ നൽകുക എന്നുള്ളതാണ്. അത് കൂടുതലായി നമ്മൾ വിശദീകരിക്കേണ്ടതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് നമ്മുടെ ഭാര്യമാരും, നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കും നല്ല വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പുറത്തൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യമാർക്കും അവരിഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പരസ്പരം പാലിക്കേണ്ട മര്യാദകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മൂന്നാമതായി കൊണ്ടു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനു മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മുഅ്മിനത്തായ സ്ത്രീയോട് നിങ്ങൾ പരസ്പരം ദേഷ്യം വെച്ചു പുലർത്തരുത്, പരസ്പരം കോപിക്കരുത് എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യയോട് അനാവശ്യമായി നിങ്ങൾ കോപിക്കരുത്. എന്തിനാണ് കോപിക്കുക? സ്വാഭാവികമായും ഭാര്യയുടെ ഏതെങ്കിലും സ്വഭാവമോ പെരുമാറ്റമോ രീതിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം കോപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്? ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവാം. ഇല്ല എന്നല്ല, ഒരു മനുഷ്യനും പരിപൂർണനല്ല. ഉമ്മുഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും പരിപൂർണമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ വെറുപ്പുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദേഷ്യപ്പെടുകയല്ല, കോപിക്കുകയല്ല. റളിയ മിൻഹ ആഖർ, വേറെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വേറെയും സ്വഭാവങ്ങൾ ആ പെണ്ണിലുണ്ട്, ആ സ്ത്രീയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയിലുണ്ട്. ആ സ്വഭാവത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, എത്ര മനോഹരമായ അധ്യാപനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ അധ്യാപനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു നല്ല വൈവാഹിക ജീവിതം, ഒരു നല്ല കുടുംബം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതൊക്കെ കൂടുതലായി നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഉത്തമൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്നവരെ കുറിച്ചും അതേപോലെ നോമ്പെടുക്കുന്നവരെ കുറിച്ചും അങ്ങനെ ഒക്കെ ഖൈറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട്, ഭാര്യയോട്, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. വാന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യമാരോട്, എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് ഞാൻ, ഏറ്റവും നല്ല രൂപത്തിൽ സഹവർത്തിക്കുന്നവനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ഭാര്യയോട്, ആരും അറിയാതെ എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടുകളിലൊക്കെ ഭാര്യ സംതൃപ്തയായിരിക്കുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങളിൽ ഉത്തമർ നിങ്ങളുടെ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്നാണ്. എന്നാൽ ഭാര്യയെക്കുറിച്ച്, പെണ്ണുങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസാഇൻ റക്കിബ്നൽ ഇബ്ല സാലിഹു നിസാഇ ഖുറൈശ്, ഖൈറു നിസാഇൻ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവർ, റക്കിബ്നൽ ഇബ്ല, ഒട്ടകപ്പുറത്ത് കയറിയ സ്ത്രീകളിൽ ഏറ്റവും ഖൈറായവർ, അഥവാ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളിൽ അതിനേക്കാൾ ഖൈറായവരുണ്ട്. മറിയം അലൈഹിസ്സലാമയെ പോലെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ്. അപ്പോൾ അവർ ഈ ഹദീസിൻ്റെ പരിധിയിൽ പെടുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റക്കിബ്നൽ ഇബ്ല എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അറബികളെ മാത്രം പരാമർശിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ അറബികൾ എന്ന് പറയുമ്പോൾ അനറബികളും ഇതിൽ പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകപ്പുറത്ത് കയറിയ സ്ത്രീകളിൽ ഏറ്റവും ഖൈറായ ആളുകൾ നിസാഉ ഖുറൈശ്, ഖുറൈശികളായ സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഖുറൈശികളായ സ്ത്രീകളായത്? നബി തങ്ങൾ പറഞ്ഞു, അഹ്നാഹു അലാ വലദിൻ ഫി സിഗരിഹി, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും അനുകമ്പയുള്ള ആളുകളാണ് ഖുറൈശികളായ സ്ത്രീകൾ എന്നാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികളെ തർബിയത്ത് ചെയ്തിരുന്ന ആളുകളാണ് ഖുറൈശികളായ സ്ത്രീകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കുട്ടികളുടെ കാര്യം, ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഭർത്താവ് മരണപ്പെട്ടാലും കുട്ടിക്കൊരു നഷ്ടവും ഉണ്ടാക്കാത്ത രൂപത്തിൽ ഒരു ഉപ്പയിൽ നിന്ന് ലഭിക്കേണ്ടതും ഒരു ഉമ്മയിൽ നിന്ന് ലഭിക്കേണ്ടതും ഒരുപോലെ നൽകാൻ കഴിവുള്ളവരായിരുന്നു ഖുറൈശികളായ സ്ത്രീകൾ എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. എന്നിട്ടോ മാത്രമല്ല, വഅർആഹു അലാ സൗജിൻ ഫീ ദാത്തി യദിഹി, ഭർത്താവിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ ഇടപാടുകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആ കാര്യം ശ്രദ്ധിക്കുന്നവരായിരുന്നു ഖുറൈശികളായ സ്ത്രീകൾ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കാരണമായി പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ നമ്മളും നന്നാവുക, നമ്മളും ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നമ്മുടെ ഭാര്യമാർക്കും അതേപോലെ നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ ഈ ഒരു സന്ദേശം നമ്മൾ കൈമാറുക, കൂടുതലായി ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്ക്, ഇസ്ലാമിൻ്റെ സമീപനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഹദീസ് ഇന്ന് ഖുതുബയിൽ ഖതീബ് ഒന്നാമത്തെ ഖുതുബയുടെ അവസാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ ആ ഹദീസിൽ പരാമർശിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹ, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല, മൻ ഖബ്ബബ, മോശമാക്കിയവൻ, വഷളാക്കിയവൻ, ഇംറഅതൻ അലാ സൗജിഹ, ഭർത്താവിൻ്റെ കുറിച്ച് ഭാര്യയോട് മോശമാക്കി പറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയ്ക്കുമിടയിൽ വിടവുണ്ടാക്കുന്ന ആളുകൾ, ഭർത്താവിനെ കുറിച്ച് മോശമായി ഭാര്യയോട് പറയുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പിന്നെ കൗൺസിലിങ്ങും അതേപോലെ സൈക്കോളജിയും എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. സ്ത്രീകളാ അല്ലെങ്കിൽ പുരുഷന്മാരെ എല്ലാവരും അവർ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും നടക്കാത്ത ചില സങ്കല്പങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തോന്നും, എൻ്റെ ഭർത്താവൊന്നും ഇങ്ങനെയല്ലല്ലോ, എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ നടക്കാറില്ലല്ലോ, ഒരിക്കലും നടക്കാത്ത ചില സങ്കല്പങ്ങളാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക, ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അവസാനമായി ഖതീബ് സൂചിപ്പിച്ചത് നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. നമ്മുടെ സംസാരം നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വഖുൽ ലിഇബാദി, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അടിമകളോട്, എൻ്റെ അടിമകളോട് നിങ്ങൾ പറയുക. എന്താണ് പറയേണ്ടത്? യഖൂലു ലത്തി ഹിയ അഹ്സൻ, നല്ല വാക്കുകൾ അവർ പറയട്ടെ, നല്ല കാര്യങ്ങൾ അവർ പറയട്ടെ. കാരണം എന്താ? ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, കാരണം ഈ സംസാരത്തിൻ്റെ കാര്യത്തിലായിരിക്കും, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അവർക്കിടയിൽ ബന്ധവിച്ഛേദനങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ സംസാരങ്ങൾ കാരണമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ആളുകൾ, നിങ്ങളുടെ കുടുംബം നാട്ടിലാണെങ്കിൽ, ഭാര്യയോ ഒക്കെ നാട്ടിലാണെങ്കിൽ, അവിടെ പ്രത്യേകമായും ഈ സംസാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം സംസാരം നന്നാക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആളുകളുടെ വലിയ സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നമ്മൾ ഖുതുബയിൽ കേട്ട ഒരു ആയത്താണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അല്ലാഹു പറയുന്നത്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതിന് പര്യായമായി അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കാണ് വഹുദു, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. എങ്ങോട്ട്? ഇല ത്വയ്യിബി മിനൽ ഖൗൽ, നല്ല സംസാരങ്ങളുള്ള സ്ഥലത്തേക്ക് എന്നാണ്. അഥവാ സ്വർഗാവകാശികളെ കുറിച്ചാണ് പറയുന്നത്. നല്ല സംസാരമുള്ള ആളുകളായിരിക്കും അവർ എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ
സംസാരിക്കാനും ഇടപെടാനുമൊക്കെ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വൈവാഹിക ജീവിതത്തിൽ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ വാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ വാഹിരിഹാ. സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പുറത്തു നിന്ന് അകത്തേക്കും അകത്തു നിന്ന് പുറത്തേക്കും കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വീടുകൾ എന്നാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ഭംഗിയാണ്, ആ വീടിൻ്റെ ഭംഗിയാണ് അവിടെ വിശദീകരിച്ചത്. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ഒരു ഭംഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് സ്വഹാബി അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആർക്കുള്ളതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നവർക്കുള്ളതാണ്. അത് എല്ലായിടത്തും അത് ബാധകമാണ്. അത് കുടുംബബന്ധത്തിലും അതേപോലെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും അത് നമ്മൾ പാലിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ചും വൈവാഹിക ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നവൻ, വബാത ഖായിമൻ വന്നാസു ഖിയാം, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി എണീറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളതാണ് സ്വർഗത്തിലെ ഈ വീട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കൂടുതലായി ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹ ജീവിതം എന്താണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു നല്ല ഒരു സംവിധാനം മലയാളത്തിൽ 24 മണിക്കൂറും, ഇതിനു മുമ്പ് ഒരു പരിഭാഷയിൽ ഞാൻ അതിനെ സൂചിപ്പിച്ചിരുന്നു, ഒരു നല്ലൊരു സംവിധാനം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും അതേപോലെ സാധാരണഗതിയിൽ വൈവാഹിക ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അനാവശ്യമായി ഓൺലൈനിലൊക്കെയുള്ള സൈക്കോളജിക്ക് പിന്നെ ആധുനിക ശാസ്ത്രമൊക്കെ മുൻനിർത്തി ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇത്തരത്തിൽ ഇസ്ലാമികമായി അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് കൂടുതലായി നമ്മൾ അടുക്കാനും അത് കേൾക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അല്ലാഹുവിൻ്റെ ദീന് പഠിച്ചു മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.